ഹലോ ഗായ്സ്. അപ്പം ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ഒരു ഫിഷിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മപ്പോൾ പഴയ സ്റ്റിക്ക് എടുക്കണത്. പുതിയ സ്റ്റിക്കിൽ നമ്മൾ റീല് മേടിച്ചിട്ടില്ല. പഴയ സ്റ്റിക്ക് യൂസ് ചെയ്യാം. അതേമാതിരി തന്നെ നമുക്കിന്ന് ഷ്രിമ്പ് യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന് ബൈറ്റ് യൂസ് ചെയ്താണ് കാസ്റ്റ് ചെയ്യണേ. ഏർലി മോർണിംഗ് ഇപ്പം സമയം 2:24 നമുക്കൊരു 3 മണി 3:30 ആകുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഹലോ ഗൈസ്, അപ്പം വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫിഷിങ് ചെയ്യാറ് ലൂറും യൂസ് ചെയ്താണ്. പിന്നെ നമ്മൾ ബെയ്റ്റ് യൂസ് ചെയ്ത് രാവിലെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ്. പിന്നെ അതേമാതിരി തന്നെ വാറണ്ടി ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം സമ്മറും കൂടിയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാസ്റ്റ് ചെയ്യാറ്. നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ മീനുകൾ മിസ്സായിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് പാലത്തിൻ്റെ അടിയിൽ നിന്ന് കാസ്റ്റ് ചെയ്യാം. ഇപ്പം ഏറ്റവും കയറിക്കൊണ്ടിരിക്കുന്ന കാരണേ ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്ക് ഉടക്കും. നമുക്ക് ഒരുപാട് വട്ടം നമുക്ക് ഇവിടെ നിന്ന് ഉടക്കി മീൻ പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്നിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നണം. ഗൈസ്, അപ്പം നേരം വെളുത്ത് തന്നെ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം വെളുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. പാലത്തിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഉടക്കാണ് മൊത്തം. നേരം വെളുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. കേരാൻ എന്ന് പറയുന്നത് ഓൾറെഡി നല്ല ബ്യൂട്ടിഫുള്ളാണ്. കാണോ, നേരം വെളുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ കാസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല അപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന്. ഒന്നാമത്തെ കാര്യം ഇത് ബോട്ടിൻ്റെ ചാലാണ്. അപ്പം നോക്കിയും കണ്ടും കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ബോട്ടുകാർ വന്നെടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ബോട്ടുകാരാന്ന്. അപ്പം എപ്പോഴും ഇവിടെ വന്ന് ഇടുമ്പോഴത്തേനും സൂക്ഷിക്കുക, അല്ലെങ്കിൽ എറിയുമ്പോൾ ഇവരുടെ തലക്കുമായിരിക്കും. നമുക്ക് എന്താണെന്നറിയില്ല ഗൈസ്, നമുക്ക് എങ്ങനെ ഈ സ്പോട്ടിൽ വന്നാലും നമ്മുടെ ഈ സ്പോട്ടിൽ വന്നൊരു 2 കാസ്റ്റ് ഇടാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതൊരു കുട്ടിച്ചാത്തനുള്ള സ്ഥലമാണ്. ചിലപ്പോൾ ഇപ്പം തന്നെ മീനടിക്കും. ഇവിടെ നമുക്ക് എപ്പോഴും മീനടിക്കാറില്ല. നമുക്ക് മീനടിച്ചായിരുന്നു ഗൈസ്, പക്ഷെ അത് മിസ്സായി. ഒരു വട്ടം കൂടി കാസ്റ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺറൈസ് കാണാം. അതുകൊണ്ട് മാത്രം ഇവിടെ ഇരുന്നാൽ നമുക്ക് നേരം വെളുത്തേണ്ട അവിടെ പോയി കാസ്റ്റ് ചെയ്യാം. ഹലോ ഗൈസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. നമുക്കിപ്പോൾ മീനടിച്ചായിരുന്നു ഗൈസ്, പക്ഷേ പഴയ അവസ്ഥ തന്നെ. ഇന്ന് വളരെ പൂറായിട്ടുള്ള ഫിഷ് ആക്ടിവിറ്റിയാണ് കാണിച്ചത്. ഞാനത് നോക്കില്ല, ഞാനത് നോക്കാണ്ട് ഇറങ്ങിയ. കുഴപ്പമില്ല, മാക്സിമം ട്രൈ ചെയ്യാം. ഇന്ന് നമുക്ക് അടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് നമ്മ പറഞ്ഞ സൺറൈസ്. വരുന്നതാണ് സൺ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? നമ്മ ഇത്ര നേരം ചെറിയ ഹുക്ക് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഹുക്ക് മാറ്റാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് ഫിഷ് ആക്ടിവിറ്റി വളരെ കുറവാണ്. ബാഡ് വെതറാണ്. രാവിലെ തന്നെ നല്ല ചൂടാണ്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ, നല്ല ചൂടായി തുടങ്ങി. നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. നമുക്കിനി ഒരു മൊത്തം ഷ്രിമ്പ് യൂസ് ചെയ്ത് നോക്കാം. നമുക്കൊരു 2-3 വട്ടം ഇവിടുന്ന് ഹമൂറൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അടിച്ചേക്കുന്ന ഏരിയ തന്നെയാണ്. വളരെ ശോകമാണ്. മൊത്തം പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടി നമ്മുടെ
ഫിഷ് ആക്ടിവിറ്റിയുടെ ഒരു കാര്യം നമ്മൾ നോക്കില്ല. ഒന്നാമത്തെ കാര്യം മൊത്തം ഉടക്കാം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗൈസ് പണി പാളി ഗൈസ്, ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. വളരെ വളരെ ശോകമാണ്. സമ്മർ ആയതുകൊണ്ട് ചൂടും കൂടുതല. പയ്യെ വൈൻഡപ്പ് ഇട്ടേക്കാം നമുക്ക്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് ഗൈസ്, ഞാൻ ഇപ്പം ഇങ്ങനെ നടന്നു വന്നതിനെ പറ്റി ഒരു സംഭവം ഉണ്ട്. അപ്പം നിങ്ങളെ ഈന്തപ്പഴങ്ങളൊക്കെ വേണ്ട ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊരു ഷെയ്ക്കിൻ്റെ വീടാണ്. ഇവരപ്പം നട്ട് പിടിപ്പിച്ചേക്കണ ആയിട്ടില്ല കായൊന്നും, കണ്ട